കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിൽ ബഹിഷ്കരിച്ച് LDF. നഗരസഭാ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതി പ്രമേയം കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചാണ് നഗരസഭ LDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത്. മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് LDF കൗൺസിലർമാർ. നഗരസഭാ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതി പ്രമേയം കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചാണ് നഗരസഭ LDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത്. പല നിയമനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ UDF കൗൺസിൽ പ്രതീക്ഷിച്ചിരുന്നതിന് വിപരീതമായി നിലപാട് സ്വീകരിച്ചതാണ് സെക്രട്ടറി സിമി എച്ചിനെതിരെ ഇപ്പോൾ പ്രമേയം കൊണ്ടുവരാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ പറഞ്ഞു. മുനിസിപ്പൽ ചെയർപേഴ്സന്റെ മുറിയിൽ സെക്രട്ടറിയെയും 2 ജീവനക്കാരെയും കൂട്ടിയിട്ടുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും അവർക്കെതിരെ അസഭ്യം പറയുകയും ചെയ്യുകയുണ്ടായി. അത് ആ സെക്രട്ടറിയുടെ ഭരണപരമായ കാര്യങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കുന്ന ഒരു സെക്രട്ടറിയാണ്. ആ സെക്രട്ടറിയുടെ അടുക്കൽ വളരെ മോശമായി പെരുമാറാനുണ്ടായ സാഹചര്യം, പല നിയമനങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയർപേഴ്സൺ ഇല്ലെങ്കിൽ കൗൺസിൽ അവരുടെ UDF കൗൺസിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ സെക്രട്ടറിക്കെതിരെ ഒരു പ്രമേയം കൊണ്ടുവരാനുണ്ടായ സാഹചര്യം. തീർച്ചയായും ആ മൂവാറ്റുപുഴയുടെ കഴിഞ്ഞ 1.5 വർഷത്തെ ആ സെക്രട്ടറിയുടെ പ്രവർത്തനം വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രവർത്തനമായിരുന്നു എന്ന് മുൻ ചെയർമാൻ എൽദോസ് പറയുകയുണ്ടായി. ഈ കൗൺസിൽ വന്ന സമയത്തും നമ്മുടെ നിലവിലെ ചെയർപേഴ്സണും അത് തന്നെയാണ് ആവർത്തിക്കുകയുണ്ടായത്. പിന്നെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ചെയർപേഴ്സൺ ഇവർക്കെതിരായിട്ട് തിരിയാനുണ്ടായ സാഹചര്യം? ഇതാണ് ഞങ്ങൾ കൗൺസിലിൽ ചോദിച്ചത്. നഗരസഭയ്ക്കുള്ളിൽ നിരവധി ഉദ്യോഗസ്ഥർ അവധിയിലാണെന്നും നഗരസഭയിൽ ഭരണ പ്രതിസന്ധിയാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അഴിമതിയുടെ ഒരു കൂത്തരങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ മുഴുവനും ലീവിലാണ്. ഇവിടെ ഒരാളെയും കാണാനില്ല. ഭരണ പ്രതിസന്ധിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഏതെല്ലാം കക്ഷികളുണ്ടോ, ആ സംഘടനകളുണ്ടോ, അതിന്റെ എല്ലാ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നമ്മുടെ നഗരസഭയ്ക്ക് മുൻവശത്ത് നിന്നുകൊണ്ട് വലിയ ഒരു പ്രതിഷേധം നടക്കുകയുണ്ടായി. അതിനുശേഷം ആ ഉദ്യോഗസ്ഥരെ മുഴുവനും വിളിച്ച് ചെയർപേഴ്സൺ ഒരു മീറ്റിംഗ് ഉണ്ടായി. അതിനുശേഷവും ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ മൂവാറ്റുപുഴയ്ക്കകത്ത് ഒരു ഭരണ പ്രതിസന്ധിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നിന്ന് നമ്മുടെ നഗരസഭ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു മാറ്റം വരണമെന്നും സാധാരണ ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട മൂവാറ്റുപുഴ നഗരസഭ ഇപ്പോൾ ജീവനക്കാരില്ലാത്ത നഗരസഭയായി മാറിയതായും പ്രതിപക്ഷം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.